بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وآل كل والصحابة أجمعين آل النبي ذريعتي وهم إليه وصيلتي أرجو بهم معتادا بيد اليمين صحيفتي وعلى أمة سيدنا ومولانا محمد اللهم صل وسلم وبارك عليه وعلى آله. പ്രിയമുള്ള അഹ്ബാബിങ്ങളെ, പരിശുദ്ധ റമദാനിൻ്റെ മൂന്നാമത്തെ ദിവസം, വിശുദ്ധ റമദാനിൻ്റെ പകലുകളും രാത്രികളും ഏറ്റവും ബറക്കത്തും ഓരോന്നും ഓരോ നിമിഷവും ഒന്നിനേക്കാൾ പ്രാധാന്യമുള്ളതാണ്. അള്ളാഹുവിൻ്റെ ഇബാദത്തിലായി, മഹത്തുക്കളുടെ സ്മരണയിലായി ആ വിശുദ്ധ റമദാനിനെ കഴിച്ചുകൂട്ടാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഇന്ന് റമദാൻ 3 മഹദിയാകുന്ന സയ്യിദത്തുൽ നിസാഇ അഹ്ലുൽ ജന്ന ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമ എൻ്റെ കരളിൻ്റെ കഷ്ടമാണെന്ന് വിശേഷിപ്പിച്ച ഫാത്തിമ ബി റളിയല്ലാഹു തആല അൻഹയുടെ ആണ്ടിൻ്റെ ദിവസമാണ്. ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സയ്യിദത്തുൽ നിസാഇ അഹ്ലുൽ ജന്ന, സ്വർഗനിവാസികളുടെ സ്വർഗ സ്ത്രീകളുടെ നേതാവെന്ന് വിശേഷിപ്പിച്ച മഹദിയുടെ ആണ്ട്. അതുപോലെ മഹാനായ അലി റളിയല്ലാഹു അൻഹു പ്രിയപ്പെട്ട പത്നി, മഹാനായ ഷഹീദുകളായ ഹബീബാമത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേരക്കുട്ടികളായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുയുടെ ഉമ്മ, അങ്ങനെ ധാരാളം ബഹുമാനങ്ങളും പ്രത്യേകതകളും നിറഞ്ഞ മഹദിയുടെ ആണ്ടിൻ്റെ ദിവസമാണ്. അള്ളാഹുവിനെ പ്രാപിക്കാനും ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുപ്പം കരസ്ഥമാക്കാനും ഒരു ഉമ്മത്തെ പോലെ മകളെന്നതിന് പകരിയായി ഉപ്പയെ സ്നേഹിക്കുന്നതിന് പകരം ഫാത്തിമ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ് സ്നേഹിച്ചത് എന്ന് മഹത്തുക്കൾ പറയും. ആ വിധം തങ്ങളെ സ്നേഹിച്ച് അവിടുത്തെ ചെറിയ പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും അടുത്തറിഞ്ഞ് അതിലെല്ലാം ക്ഷമയോടെ ആ പ്രയാസഘട്ടങ്ങളെല്ലാം തരണം ചെയ്ത ബീവി ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കഴുത്തിലേക്ക് ചീഞ്ഞളിഞ്ഞ കുടൽമാല സുജൂദിൽ കിടക്കുമ്പോൾ വലിച്ചെറിഞ്ഞ ഖുറൈശികൾ അവർക്കിടയിലേക്ക് ധീരമായി ഓടി വന്ന് അത് വകഞ്ഞു മാറ്റി. ആ ഒരു വല്ലാത്ത ഘട്ടത്തിൽ അവിടുത്തെ ചെറുപ്രായത്തിൽ ആ ഖുറൈശികളോട് അവിടെ അക്രമങ്ങൾ നേരിട്ട് കണ്ട ബീവി അവിടുത്തെ വഫാത്തിന് സമയം പോലും ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയിച്ചു കൊടുത്തു. അവിടുത്തെ വഫാത്തോനടുത്ത സമയത്ത് അടുത്തേക്ക് വിളിച്ച് ചെവിയിൽ പറഞ്ഞ സ്വകാര്യവും, ആദ്യം കരഞ്ഞതും പിന്നീട് പുഞ്ചിരിച്ചതും ഈ പ്രത്യേകമായ ആ മാറ്റത്തെക്കുറിച്ച് ആയിഷ ബി റളിയല്ലാഹു അൻഹ അടക്കമുള്ള ഉമ്മഹാത്തുകൾ ചോദിച്ചപ്പോൾ മഹദി പറഞ്ഞ ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോട് വിട പറയുകയാണ് എന്ന സന്ദേശം എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സങ്കടം കൊണ്ട് കരഞ്ഞുപോയി. എന്നാൽ മകൾ എൻ്റെ കുടുംബത്തിന് ആദ്യമായി എന്നിലേക്ക് ചേരുന്നത് നീയാണെന്ന വാർത്ത അറിഞ്ഞപ്പോൾ അതാണ് ഞാൻ പുഞ്ചിരിക്കാനുണ്ടായ കാരണം. ആ നിലക്ക് ആഖിറത്തിലേക്ക് പ്രപഞ്ച പരിത്യാഗികളുടെ നേതാവായി നമുക്ക് അറിയപ്പെടാൻ പറ്റിയ ഒരു നാമമാണ് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ. ഫാത്തിമ സഹ്റത്തിൽ റളിയല്ലാഹു അൻഹയെ അനുകരിക്കാനും അവിടുത്തെ ത്യാഗവും ആ വിശുദ്ധിയും ഉൾക്കൊള്ളാനും ഇന്നത്തെ സമുദായത്തിലെ പെൺകുടികൾക്ക് കഴിഞ്ഞെന്തെങ്കിൽ നാശിച്ചു പോകുന്ന അവസ്ഥയിലൂടെയാണ് നമ്മുടെ സമുദായം കടന്നു പോകുന്നത്. ഈ വിശുദ്ധ റമദാനിൻ്റെ പുണ്യ ദിനങ്ങളിൽ ഈ മഹതിമാരെ ഓർത്ത് അവർ പോകേണ്ട സ്വർഗത്തിലേക്ക് പോകേണ്ടവരാണ്, മരിച്ചു പോകേണ്ടവരാണെന്നൊരു ബോധം തിരിച്ചെടുക്കാൻ ഈ റമദാൻ നമുക്ക് അനുകൂലമായി കിട്ടിയാൽ വിജയിച്ചൊരുപ്പെട്ടു പോയി. മഹദിയുടെ ദറജ അല്ലാഹു ഉയർത്തിക്കൊടുത്ത് ആ സ്വർഗറാണികളോടുകൂടെ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാരെയും മഹദിമാരെയും സഹോദരിമാരെയും നമ്മുടെ പ്രിയപ്പെട്ട സമുദായത്തിനെ അംഗങ്ങളെയും അള്ളാഹു ചേർത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു പരിശുദ്ധ റമദാനിൻ്റെ പുണ്യദിനങ്ങളിൽ മഹദിയെ സ്മരിക്കുന്ന ഈ റമദാനിൻ്റെ ഈ ദിനത്തിൽ അവിടുത്തെ ദറജ ഉയർത്തിക്കൊടുത്ത് ഹബീബാമത്ത് നബി സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ അഹ്ലു ബൈത്തിനെ സ്നേഹിച്ച് അവരോടൊന്നിച്ച് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ അവരെ സ്നേഹിച്ചുകൊണ്ട് ഞാൻ വലിയ മഹത്വത്തിൽപ്പെട്ട ആളല്ലെങ്കിലും മഹാന്മാരെയും അവരെ ഞാൻ സ്നേഹിക്കുന്നു, അതുകൊണ്ട് നീ ഞങ്ങൾക്ക് സ്വർഗം നൽകണേ എന്ന് വിനയത്തോടെ പ്രകടിപ്പിച്ച വാക്കുകൾ ഉൾക്കൊണ്ട് ആ മഹത്തുക്കളെ അനുധാവനം ചെയ്ത് റമദാൻ കൊണ്ട് വിജയിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا
من أمورنا كلها فرجا ومخرجا. آمين برحمتك يا أرحم الراحمين. والسلام عليكم ورحمة الله وبركاته.